നമസ്കാരം. ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുന്ന ഒരു സംഭവമാണ് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന. എന്താണ് മലയാള സിനിമയ്ക്ക് സംഭവിക്കുന്നത്? KSFDC നൽകുന്ന ധനസഹായത്താൽ പുറത്തിറങ്ങുന്ന ഒരു സിനിമകളും വിജയിക്കുന്നില്ല എന്നതാണ് വസ്തുത. 1.5 കോടി രൂപ മുതൽ മുടക്കിൽ ഇറങ്ങുന്ന ചിത്രങ്ങൾ, അതും സർക്കാരിന്റെ പണം നൽകി എടുക്കുന്ന ചിത്രങ്ങൾ, തിയേറ്ററിൽ പോലും കാണിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. അതായത് 1.5 കോടി രൂപ മുടക്കിൽ ഇറങ്ങുന്ന ചിത്രങ്ങൾ വലുതാകട്ടെ ചെറുതാകട്ടെ, എന്നാൽ അതൊന്നും തന്നെ വിജയം കാണുന്നില്ല എന്നതാണ് വസ്തുത. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വനിതാ സിനിമാ പ്രവർത്തകർക്കും SC/ST വിഭാഗങ്ങളിൽ സിനിമ എടുക്കാൻ വരുന്നവർക്കും കുറഞ്ഞത് 3 മാസത്തെയെങ്കിലും പരിശീലനം നൽകണം എന്നാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയരുന്നത്. ഇന്ന് കലാകൗമുദിയോടൊപ്പം സിനിമാ നിരൂപകനും പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധനുമായ ശ്രീ ഡോക്ടർ SD അനിൽകുമാറാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ. ഈ ഉയർന്ന അടൂർ ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വെച്ച ഈ ആശയത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അടൂർ ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വെച്ച ഈ ആശയത്തെ 2 രീതിയിലാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഒറ്റ വാചകത്തിൽ മാത്രമാണ് അതിന് മറുപടി പറയാൻ പറ്റുന്നത്. ഒരു കലാരൂപം പൈസ മുടക്കി ഉണ്ടാക്കുമ്പോൾ, അതായത് സിനിമ പോലുള്ള കലാരൂപം നല്ല ഒരു പൈസ മുതൽ മുടക്ക് ആവശ്യമായ ഒരു വ്യവസായമാണ്. അത്തരൊരു വ്യവസായം ഉണ്ടാക്കുമ്പോൾ, ഏത് വ്യവസായവും നമ്മുടെ പൈസ മുടക്കി ഉണ്ടാക്കുമ്പോൾ അത് ചെയ്യുന്ന വ്യക്തികൾക്ക് സാമാന്യമായൊരു ജ്ഞാനം അല്ലെങ്കിൽ ആ വിഷയത്തെ അവതരിപ്പിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാകണം എന്ന് ആരായാലും ആഗ്രഹിക്കും. അതിനകത്ത് നമ്മൾ ജെൻഡറോ ജാതിയോ പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഒരു വിഭാഗത്തിന് മാത്രമായി സംവരണം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തന്നെയും ആ വിഭാഗത്തിൽ നിന്ന് ഏറ്റവും കഴിവുള്ളവരെ തിരഞ്ഞെടുത്തവർക്ക് ആവശ്യമായ കഴിവുകളില്ലെങ്കിൽ അവർക്ക് കഴിവുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. നമ്മുടെ പഴയകാല സിനിമകളിലൊക്കെ തന്നെ ഇതുപോലെ റിഹേഴ്സലൊക്കെ നടന്നാണ് സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അഭിപ്രായത്തെ നമുക്ക് തള്ളിക്കളയാനോ നിരാകരിക്കാനോ സാധ്യമല്ല. അപ്പോൾ ഇപ്പോൾ ഈ പറയുമ്പോൾ 1.5 കോടി രൂപയാണ് KSFDC സിനിമാ നിർമ്മാണത്തിനായി നൽകുന്നത്. ഇപ്പോൾ 8 ചിത്രങ്ങളാണ് അവരിലൂടെ പുറത്തിറങ്ങിയത്. ഇതൊന്നും തന്നെ വിജയം കണ്ടില്ല. 10 കോടിയിലധികം രൂപയാണ് ഈ ചിത്രങ്ങൾക്ക് ചെലവഴിച്ചത്. തിരിച്ചു കിട്ടിയതോ തുച്ഛമായ ലക്ഷങ്ങൾ മാത്രം. ഇത് സർക്കാരിൻ്റെ നികുതി സാധാരണ ജനങ്ങളുടെ നികുതി പണം എടുത്താണ് സിനിമ നിർമ്മാണത്തിനായിട്ട് അവർ നൽകുന്നത്. അപ്പോൾ അതിനൊരു ഇതൊരു ഈ പറഞ്ഞ ഒരു എന്താ പറയുക, ഇവർക്കൊരു പരിശീലന സംവിധാനം ഒരു ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയല്ലേ? പരിശീലന സംവിധാനം അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുമ്പോൾ ഒരു സിനിമ വിജയിച്ചോ ഇല്ലയോ എന്നത് മാത്രമല്ല, ആ സിനിമ നമ്മുടെ സിനിമാ മേഖലയിൽ എത്രത്തോളം അതിൻ്റെ മുഖമുദ്ര പതിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സിനിമ വിജയിച്ചില്ല, ഇപ്പോൾ ശ്രീ അരവിന്ദൻ്റെ തമ്പ്, അല്ലെങ്കിൽ നമ്മുടെ ജോൺ എബ്രഹാമിൻ്റെ അഗ്രഹാരത്തിലെ കഴുത, ഇങ്ങനെ പല സിനിമകളുമുണ്ട്. ആ സിനിമകളൊന്നും കൊമേഴ്സ്യൽ സക്സസ് ആയിട്ടില്ലെങ്കിൽ പോലും ആ സിനിമ മലയാള സിനിമാ ചരിത്രത്തിൽ, ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ, ലോക സിനിമാ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സിനിമകളായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ 10.5 കോടി രൂപ മുടക്കിയിട്ടും ഈ സിനിമകളൊന്നും വിജയിച്ചില്ലെന്ന് മാത്രമല്ല, ഒറ്റ സിനിമ പോലും അടയാളപ്പെടുത്തിയില്ല. അപ്പോൾ ആ സിനിമകൾ പരാജയമായിരുന്നു എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കേണ്ടി വരും. ഇതിപ്പോൾ KSFDC മാത്രം കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ദിനം പ്രതി നിരവധി സംവിധായകർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. അവർക്കെല്ലാം സിനിമ എടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വരുന്നതാണ്. പക്ഷേ ഈ സിനിമകളും തിയേറ്ററുകളിൽ വിജയം കാണുന്നില്ല. ഒരു ഷോയ്ക്ക് പോലും തികയ്ക്കാൻ പറ്റുന്ന ആളുകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഒരു സർക്കാർ സംവിധാനത്തിന് പുറമേയും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു നിർമ്മാതാവിനെ കൊണ്ടുവന്നൊരു സിനിമ എടുപ്പിക്കുമ്പോൾ ഒരു നിർമ്മാതാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അല്ല, അത് സിനിമ ഒരു പല ചെറുപ്പക്കാരായ സംവിധായകരെടുക്കുന്ന സിനിമകളിലും വൻ വിജയമാകാറുണ്ട്. പക്ഷേ ഭൂരിപക്ഷ സിനിമകളും പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സിനിമയെക്കുറിച്ചുള്ള ഒരു ഗൃഹപാഠം ചെയ്യാതെയാണ് അവർ സിനിമയിലേക്ക് എത്തുന്നത്. നല്ല തിരക്കഥ, ജനങ്ങളുടെ പൾസ് നോക്കിയിട്ടുള്ള ഡയലോഗ്, കൃത്യമായ സംവിധാനം, കൃത്യമായ അവതരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ വിജയിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം ഒരു ഗൃഹപാഠം നമ്മുടെ സംവിധായകരോ തിരക്കഥാകൃത്തുക്കളോ ഒന്നും നടത്തുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദൗർഭാഗ്യകരമായ കാര്യം. അല്ല, ചില ആൾക്കാരുണ്ട്, ചില സിനിമകളിൽ കാണാൻ പോകുമ്പോൾ അതിനകത്ത് സ്റ്റാർ വാല്യൂ നോക്കി പോകും. ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി സിനിമയ്ക്ക് ആൾക്കാർ അടിച്ചു കയറും. അതേസമയം ചെറിയ നടന്മാർ വരുന്ന സിനിമകളിൽ
ആൾക്കാർ കയറാറില്ല. പക്ഷെ നല്ല കഥയുമായിരിക്കാം. പക്ഷെ അത് ആൾക്കാർക്കിടയിലേക്ക് ഇത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ അത് പിന്നീട് അത് ചിലപ്പോൾ OTT എത്തുമ്പോഴായിരിക്കും ശ്രദ്ധിക്കപ്പെടുന്നത്. അല്ല, അത് സ്വാഭാവികമായിട്ട് ഏത് മേഖലയിലും ഉണ്ടല്ലോ. ഏത് മേഖലയിലും പ്രശസ്തി നേടിയ ഒരു വ്യക്തിയുടെ ഇത് മാത്രമായിരിക്കും ആൾക്കാർ ആദ്യം ശ്രദ്ധിക്കപ്പെടുക. എഴുത്തിൻ്റെ മേഖലയിലായാലും രാഷ്ട്രീയത്തിലായാലും സാമൂഹ്യ രംഗങ്ങളിലായാലും കലയിലായാലും സാഹിത്യത്തിലായാലും എല്ലാത്തിലും ഇത് തന്നെയാണ്. ഒരു സ്വാഭാവികമായ അവസ്ഥയാണ്. ഈ ഒരു കടമ്പ ചാടിക്കടക്കാൻ ആവശ്യമായ ക്ഷമയും പരിശീലനവും അതുപോലെ തന്നെ മെറ്റൽ, അതായത് തലച്ചോറുമൊക്കെ കലാകാരന്മാർക്ക് ഉണ്ടാകേണ്ടതാണ്. അപ്പം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഏത് കാലഘട്ടത്തിലുണ്ടായ ഒരു പ്രതിഭാസമാണ്, ഇന്നത്തെ മാത്രം പ്രതിഭാസമല്ല. മുൻകാലങ്ങളിൽ സോഷ്യൽ മീഡിയയും ഇത്രയധികം മാധ്യമങ്ങൾ ഇല്ലാത്ത കാലത്തും സിനിമകൾ വിജയിച്ചിട്ടുണ്ട്, വലിയ അഭിപ്രായം നേടിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെയും മറ്റു മീഡിയയുടെയും അതിപ്രസരമാണ്. അത് മാത്രമല്ല, സിനിമയുടെ പ്രൊമോഷൻ രീതി വരെ മാറിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് സിനിമയുടെ പ്രൊമോഷനായിട്ട് നീക്കി വയ്ക്കുന്നത്. എന്നാൽ അതേസമയം ഈ വനിതകൾ എടുക്കുന്ന ഈ KSFDC പാക്കേജിലുള്ള സിനിമകളിൽ അവർക്ക് വേണ്ടത്ര പബ്ലിസിറ്റി കിട്ടുന്നില്ല എന്നൊരു പരാതിയുമുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? ഈ KSFDC എടുക്കുന്ന പാക്കേജ് എന്നുള്ള സിനിമ ഒരു രണ്ടാം കിട സിനിമയായിട്ട് അവർ മാറ്റി വെക്കുന്നത് കൊണ്ടാകുമോ, അതോ മറ്റെന്തെങ്കിലും തരത്തിലാണോ ഈ പ്രൊമോഷൻ കിട്ടാതെ പോകും? പ്രൊമോഷൻ കിട്ടാതെ പോകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് വിജയിക്കുമോ എന്നുള്ള ഒരു സംശയം ഈ സിനിമ കാണുന്നവർക്കുണ്ടാകാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സബ്സ്റ്റൻസ് ഉള്ള, അത് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു സിനിമയാണെങ്കിൽ അതിനെ കുറച്ച് നാളൊക്കെ നമുക്ക് തടസ്സപ്പെടുത്തി നീക്കാം. അത് OTT വന്നെങ്കിലും വിജയിക്കും. പക്ഷേ ഈ സിനിമകളൊന്നും OTT വന്നു പോലും വിജയിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTT പോലും എടുക്കുന്നില്ല. അത് അർത്ഥം എന്ന് പറഞ്ഞാൽ ആ സിനിമ വേണ്ടത്ര പഠനത്തോടുകൂടിയോ ജാഗരൂകതയോടെയോ അല്ല നിർമ്മിച്ചത്. സർക്കാരിൻ്റെ കാശ് കിട്ടുന്നു, നമ്മൾ സിനിമ നിർമ്മിക്കുന്നു എന്നുള്ളൊരു ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ആ സിനിമകൾ നിർമ്മിച്ചെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സംവിധായകരും അതിൻ്റെ മൊത്തം ക്രൂവും അതിൻ്റെ പരാജയത്തിന് ഉത്തരവാദിയാണ് എന്നാണ് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു പ്രോജക്റ്റ് KSFDക്ക് സമർപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക സമിതിയാണ് ഇതിനെ പരിശോധിക്കുന്നത്. ഒരു 4-5 ഘട്ടങ്ങൾ കടന്നാൽ മാത്രമേ ഈ ഫണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അതായത് ആദ്യം ഇതിൻ്റെ കഥ നമ്മളിവിടെ സമർപ്പിക്കണം, തിരക്കഥ എല്ലാം സമർപ്പിക്കണം. ഇതിനെ വിശദമായി പരിശോധിക്കാൻ സംവിധായകരടങ്ങിയ സമിതിയാണുള്ളത്. അപ്പോൾ അവർക്കറിയില്ല ഈ ഒരു സിനിമ ഇപ്പോഴത്തെ പൾസ് അനുസരിച്ചുള്ളതാണല്ലോ, എടുക്കാൻ കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അവരത് പരിശോധിക്കുന്നില്ല എന്നല്ലേ ഇപ്പോൾ കണക്ക്? ആരാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റൂ. രണ്ടാമത്തെ കാര്യം, ഇപ്പം പ്രശസ്തരായ പല സംവിധായകരും എടുക്കുന്ന സിനിമകൾ 8 നിലയിൽ പൊട്ടാറുണ്ട്. സിനിമ മിക്കവാറും ഒരു 30 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ എടുക്കുന്ന സിനിമകളാണ് കൂടുതൽ വിജയിക്കാറുള്ളത്. കാരണം സിനിമയുടെ ഓഡിയൻസ് എല്ലാം ഒരു 15-നും 30-നും ഇടയ്ക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കഥകളോ പരിചരണ രീതികളോ ഒക്കെ ആയിരിക്കും സിനിമയിൽ വിജയിക്കുക. പുതിയ ജനറേഷൻ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഞാൻ പോലും മനസ്സിലാക്കുന്നത് സിനിമ കൊണ്ടാണ്. അപ്പോൾ സിനിമ വലിയൊരു പാഠപുസ്തകം കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ സംവിധായകരും ഇതിൻ്റെ ക്രൂ അത് വിലയിരുത്തുന്നവരും സിനിമയെ വിലയിരുത്തുന്നതിൽ അമ്പേ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. സിനിമയുടെ മുന്നേറ്റമോ സിനിമയുടെ മാറ്റമോ തിരിച്ചറിയാൻ അവർ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ. അപ്പോൾ ഈ സമിതി എന്തുകൊണ്ടായിരിക്കും അപ്പോൾ അവിടെ കൊണ്ടുവരുന്ന തൻ്റെ മുന്നിൽ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യപ്പെടുന്ന ഒരാളുടെ മുഖം നോക്കിയായിരിക്കില്ലേ ഇതൊന്ന് പാസ്സാക്കി വിടുന്നത്? മുഖം നോക്കി എന്ന് നമുക്ക് അടച്ചാക്ഷ വെച്ച് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഴിവില്ലായ്മയാണ്. ആ സമിതിയിലിരിക്കുന്നവർക്ക് നല്ല സിനിമ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കഴിവില്ലായ്മ, തിരക്കഥ വായിക്കുമ്പോൾ എങ്ങനെയാകും സിനിമ എന്നോ സിനിമ എങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു അറിവില്ലായ്മ. നമുക്ക് ഒരു തിരക്കഥയിൽ എഴുതുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ സിനിമയിൽ എടുക്കുമ്പോൾ അതിനെ മനോഹരമാക്കണമെങ്കിൽ സംവിധായകനൊരു കഴിവ് അത്യാവശ്യമാണ്. അപ്പോൾ ആ കഴിവ് സംവിധായകനുണ്ടോ എന്നറിയത്തില്ല. ഈ തിരക്കഥ സിനിമയാക്കിയാൽ നന്നായിരിക്കുമോ എന്നും അറിയത്തില്ല. അപ്പം ഇപ്പോഴത്തെ സിനിമയുടെ രീതി തിരക്കഥയല്ല, ഒരു തിരക്കഥ ഇല്ലായ്മയിൽ നിന്ന് പോലും നല്ല സിനിമ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം ഞാൻ അടുത്ത കാലത്ത് തന്നെ റോന്ത് എന്നൊരു സിനിമ, അപ്പോൾ അതൊക്കെ അവർ വലിയ സംവിധായകരൊന്നുമല്ല, എല്ലാം ഇപ്പോൾ പുതിയ സംവിധായകരാണ് ഈ സിനിമയെല്ലാം എടുക്കുന്നത്. നല്ല സിനിമകളാണെങ്കിൽ ആൾക്കാർ പോയി കാണുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ നല്ല സിനിമകളെ ആരും ഉപേക്ഷിക്കുന്നില്ല. മോശം സിനിമയാകുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ കാണും. ഇല്ല, നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോയാലും ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം റിട്ടൺ ടെസ്റ്റ് പാസ്സായാലും നമ്മുടെ ഒരു അഭിമുഖം ഉണ്ടാവും. അതിൽ നമുക്കറിയാൻ പറ്റും നമുക്ക് എന്ത് കഴിവുണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ഈ ഒരു സമിതിയിലിരിക്കുന്ന ആൾക്കാർ അതിലെ അഭിമുഖവും കൂടെ നടത്തിയ ശേഷമാണ് ആ സിനിമയെ അടുത്ത രണ്ടാമത്തെ ഘട്ടത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ഘട്ടത്തിലേക്കോ ഇതിനു വേണ്ടി വിടുന്നത്, ഈ ആനുകൂല്യം കിട്ടുന്ന രീതിയിലേക്ക് വിടുന്നത്. അപ്പോൾ ഇവർ ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? ഈ സംവിധായകൻ അല്ലെ പുതുതായിട്ട് വന്ന ഒരാളിന്
സംവിധാനം ചെയ്യേണ്ട കഴിവുണ്ടോ, അയാൾ എന്താണ്, അയാളിൽ നിന്ന് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും എന്നൊരു നമുക്കൊരു ഇത് പ്രതീക്ഷിക്കാവുന്ന ഒരു സാധനം ഉണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ തിരക്കഥാകൃത്തുക്കള്, സംവിധായകര്, എഡിറ്റർമാര്, അല്ലെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ സമിതിയിലിരിക്കുന്നത്. അവരെല്ലാം തന്നെ ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാരാണ് മഹാഭൂരിപക്ഷവും. ഈ സമകാലിക സിനിമയിൽ പരാജയപ്പെട്ടവരാണ് സമിതിയിലിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുന്ന ഒരു സിനിമ ഉണ്ടാകുന്ന മെറ്റൽ കണ്ടെത്താനോ അല്ലെങ്കിൽ വിജയിക്കുന്ന ഒരു സിനിമ ഉണ്ടാകുന്ന സംവിധാനം കണ്ടെത്താനോ അവർക്ക് പറ്റത്തില്ല. കാരണം സാഹിത്യത്തെക്കാൾ മറ്റ് സാംസ്കാരിക മേഖലയേക്കാൾ നമ്മൾ എത്ര തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാലും ഒരു സമഗ്ര സാഹിത്യ രൂപമായ സിനിമയാണ് മുന്നേ സഞ്ചരിക്കുന്ന സിനിമയാണ് പുതിയ ജനറേഷൻ ഏറ്റെടുക്കുന്ന സിനിമ മാത്രമാണ് വിജയിക്കുന്നത്. ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമയെ പറ്റി പറഞ്ഞാൽ, ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമകൾക്ക് അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ബഹളങ്ങൾ നിറഞ്ഞൊരു സിനിമയാണ്. തിയേറ്ററുകളിൽ സിനിമകളിൽ പാട്ടുകളുടെ എണ്ണം കുറഞ്ഞു, BGM ഏറ്റവും കൂടുതലും ആരാധകർ കൂടുതലുണ്ട്. മുൻകാലങ്ങളിലൊരു സിനിമയിൽ കുറഞ്ഞത് 4 പാട്ടെങ്കിലും കുറഞ്ഞതുണ്ടാവും. ഇന്നത്തെ സിനിമയിൽ ഒരു പാട്ട് ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ആ ഒരു വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അല്ല, പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വയലാറിൻ്റെ പാട്ട്, പഴയ പാട്ടുകൾ ആസ്വദിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. പഴയ പാട്ട് ആസ്വദിച്ചിട്ടാണ് പുതിയ പാട്ട് ആസ്വദിക്കുന്ന ആൾക്കാർ എത്തിയത്. അപ്പോൾ അവർക്ക് പഴയ പാട്ടിൽ യാതൊരു പുതുമയുമില്ല. ഇപ്പം അത് കഴിഞ്ഞ് അടുത്ത പഴയ പാട്ട് ആസ്വദിച്ചെത്തിയവർ ഇനി അടുത്ത സൈക്കിളിക്കായിട്ട് പോകുമ്പോൾ പഴയ പാട്ട് ആസ്വദിക്കുന്ന ആൾക്കാരെത്തും. എപ്പോഴും ഒരു മാറ്റം, നമ്മൾ നിരന്തരമായി TV അങ്ങനെ മറ്റു മാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നൊരു മാറ്റം ഉള്ള, നമ്മുടെ സമയം മെനക്കെടുത്ത് നമ്മൾ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം, എന്തെങ്കിലും ഒരു പുതുമ ഉള്ള ഒരു സ്ക്രിപ്റ്റ് കാണണമെന്നാണ് പുതിയ ജനറേഷൻ ആലോചിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എന്നേക്കാൾ നല്ല ആസ്വാദകരാണ് പുതിയ ജനറേഷനിലുള്ള ചെറുപ്പക്കാർ. ഇപ്പോൾ സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞ നിർമ്മാതാക്കളുടെ ഒരു വശത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ പലരും ലോൺ എടുത്തും അല്ലെങ്കിൽ വസ്തുവകകൾ കടം അല്ലെങ്കിൽ ഒരാളിനെ പണയപ്പെടുത്തിയും മറ്റും ആയിരിക്കും സിനിമ എടുക്കാനായിട്ട് മുന്നോട്ടെത്തുന്നത്. അത് ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചെന്ന് കഥ പറഞ്ഞ് അയാളെ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നാൽ തിയേറ്ററുകളിൽ ഇത് ഫ്ലോപ്പായി പോവുകയും ചെയ്യുന്നു. അതേസമയം ചില നല്ല സിനിമകൾ അവർ പ്രതീക്ഷിക്കാത്ത വിജയവും കിട്ടുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ഓഡിയൻസിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഇതിൻ്റെ മേക്കിംഗ് ആയിരിക്കാം. ഇപ്പോഴത്തെ സിനിമയുടെ മേക്കിംഗ് രീതിയെ പറ്റി എന്താണ്? ഇപ്പോഴത്തെ സിനിമയുടെ മേക്കിംഗ് രീതി അപ്പം നേരത്തെ തന്നെ സിനിമയുടെ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നീതമായ ഘടനയോടുകൂടിയുള്ള മേക്കിംഗ് ആയിരുന്നു. ഇപ്പം ആ ഘടനകളെല്ലാം പൊളിക്കുന്ന ഒരു മേക്കിംഗ് ആണുള്ളത്. അതായത് ഘടനയെ നിലനിർത്താതെ ഘടനയെ പൊളിച്ച് നമ്മൾ ഒരു പുതിയ ശൈലിയിലാണ് അത്. ഓരോ സിനിമയും ഓരോ ശൈലിയിലുണ്ടാക്കുകയാണ്. ഇപ്പോൾ ഒരു സിനിമ ഒരു ശൈലിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതേ ശൈലിയിൽ അടുത്ത സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് ബോറായിട്ട് തോന്നും. പിന്നെ അതുപോലെ തന്നെ സമകാലികനായിട്ട് യൂട്യൂബിലൊക്കെ ധാരാളം സിനിമ നിരൂപകരുമുണ്ട്. അവരുടെ ഒരു ശല്യവും സിനിമയുടെ മേഖലയിലേക്കുണ്ട്. അവരെയൊക്കെ വേണമെങ്കിൽ ഈ സിനിമക്കാർക്ക് ബ്രൈബ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ അവരുടേതായ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. എങ്കിൽ തന്നെയും ഈ സിനിമ ഇപ്പം കാണുന്നത്, ഞാൻ പോലും സിനിമ കാണുന്നത് അതിൻ്റെ റേറ്റിംഗ് നോക്കിയിട്ടാണ്, കണ്ടവരുടെ അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ടാണ് സിനിമ പോയി കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു വലിയ പ്രസക്തിയും ഉണ്ട്. അല്ല, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിനെ നശിപ്പിക്കാനും ചില റിവ്യൂവർമാരുണ്ട്. അവർ തന്നെ റിവ്യൂ പറയും. ആദ്യമേ തന്നെ സിനിമ കാണാതിരുന്നിട്ട് പോലും സിനിമ റിവ്യൂ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ആ സിനിമയോട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്യക്തിപരമായ വിരോധം തീർക്കാൻ വേണ്ടി, ആൾക്കാരെ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി. അത് എന്താണ്? അല്ല, അത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ഒരാളുടെ സിനിമ വന്ന് അതിനെ ഒരു നിരൂപകൻ നശിപ്പിച്ചു അല്ലെ ഏതെങ്കിലും നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിരൂപനം ഇപ്പോൾ ഒരു 20 ലക്ഷം ആൾക്കാർ കാണുന്ന ഇപ്പം സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബർമാർക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ കാണുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് യൂട്യൂബിൽ നിന്ന് ധാരാളം വരുമാനവും കിട്ടുന്നുണ്ട്. കൂടുതൽ വരുമാനം കിട്ടാനായിട്ട് അവർ പലപ്പോഴും ഈ ഒരു മാർഗം ഉപയോഗിക്കാറുണ്ട്. അപ്പം അവർക്ക് ഇവരുടെ പേഴ്സണൽ വിരോധം ഉണ്ടാകണമെന്നില്ല. നേരത്തെ നല്ലൊരു പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു സിനിമ കണ്ടിട്ട് വളരെ മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ ഫൈറ്റിൻ്റെ പേരിലോ അല്ലെ വ്യക്തിപരമായ ദേഷ്യത്തിൻ്റെ പേരിലോ അവർക്ക് കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കൂടുതലും മണി യൂട്യൂബിൽ നിന്ന് കിട്ടും. രണ്ടാമത്, ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ സ്വാധീനിക്കാനായിട്ട് ചിലപ്പോൾ സിനിമാ നിർമ്മാതാക്കളൊക്കെ തയ്യാറാവുകയും അവരുടെ പെയ്ഡ് യൂട്യൂബർമാരാക്കി പല നിർമ്മാതാക്കളെ ഇറക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനെയൊന്നും നമുക്ക് നിയമം മൂലം തടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കാരണം ഓരോ ദിവസവും ഓരോരോ മീഡിയകൾ വരുന്ന വളരെ സങ്കീർണമായ
ഒരു ഒരു മാധ്യമ ലോകമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ ചരിത്രത്തിൽ ഒരു ചരിത്ര സംഭവം തന്നെ അതിനെ വിശേഷിപ്പിക്കുക. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനം സിനിമാ പോളിസി രൂപീകരിക്കുകയാണ്, അതായത് സിനിമാ നയം രൂപീകരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. സിനിമാ മേഖലയിൽ ആൺ പെൺ വ്യത്യാസമില്ല, ഇല്ലാതെ പലരും ഒതുക്കപ്പെടുന്നുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, പലതും ഇനിയും പുറത്തു വരാത്ത പല സംഭവങ്ങളുമുണ്ട്. ഇപ്പോൾ ഈ സിനിമാ കോൺക്ലേവ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് സിനിമാ പ്രവർത്തകരും കണ്ടിട്ടുള്ളത്. ലോക സിനിമയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺക്ലേവ് കൊണ്ട് ഇനിയുള്ള ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ഒരു സിനിമാ നിരൂപകൻ എന്ന നിലയിൽ താങ്കൾ വിലയിരുത്തുന്നു? സിനിമാ മേഖലയിലെ പ്രശ്നം, ഏത് മേഖലയിലും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സിനിമയായിട്ട് അടുത്ത് നിൽക്കുന്നുണ്ട്, സിനിമാ മേഖലയിൽ മാത്രം പ്രശ്നമുണ്ട് എന്ന് വിചാരിക്കുന്നത്. കാരണം ഏത് മേഖലയിലും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ള ആൾക്കാരെ പാർശ്വവൽക്കരിക്കുന്ന ഒരു സമീപനമുണ്ട്. അതുകൊണ്ടാണല്ലോ പാർശ്വവൽക്കരിക്കപ്പെട്ട് രാഷ്ട്രീയത്തിലുണ്ട്, സാമൂഹ്യ രംഗത്തിലുണ്ട്, സാംസ്കാരിക രംഗത്തിലുണ്ട്, സാഹിത്യ രംഗത്തിലുണ്ട്. അതുപോലെ സിനിമയിലുമുണ്ട്. അല്ല, സിനിമയിൽ മാത്രം പ്രത്യേകമായിട്ട് ഒരു പാർശ്വവൽക്കരണം ഉണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ സിനിമയിൽ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും സിനിമയിലുള്ള ചില പുഴുക്കുത്തുകൾ നമുക്ക് കൂടുതൽ താല്പര്യമുണ്ടായതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് വാർത്തകൾ കേൾക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ട് അതിന് കൂടുതൽ ഒരു ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കാര്യത്തിൽ ഒരു ഒരു നയരൂപീകരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ചെറിയ തോതിൽ സിനിമയെ അത് സ്വാധീനിക്കുമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം സിനിമ ഇരുട്ടത്ത് കാണുന്ന ഒരു കലാരൂപം എന്നതുപോലെ തന്നെ അതിൻ്റെ പല മേഖലകളിലും കട്ടയായ ഇരുട്ട് മൂടിക്കിടക്കുകയാണ്. അതിലേക്ക് വെളിച്ചം എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ രൂപീകരണവും അതിൻ്റെ ചർച്ചകളും ഉൾപ്പെടെ എല്ലാ മേഖലയിലുള്ള ഇരുട്ടിനെ മാറ്റിക്കഴിഞ്ഞാൽ സിനിമ മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഇരുട്ടാണ് സിനിമയുടെ നിർമ്മാണത്തിൻ്റെ പുറകിലുള്ളത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ ഇരുട്ട് മാറ്റാൻ പറ്റില്ല എന്നാണോ പറയുന്നത്? സിനിമയുടെ ഒരു എസ്തറ്റിക് സെൻസ് കൂടി ആ ഇരുട്ടാണ്. അത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ട് പുറത്തോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരു കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിലായിരുന്നു അടൂർ ഈ വിവാദ പരാമർശം നടത്തിയത്. അപ്പോൾ ഈ ഒരു വിവാദ പരാമർശം ഇപ്പോൾ അത് ശ്രദ്ധിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി അതുപോലെ KSFDCയുടെ ഈ പണം, ഈ ധനസഹായം ഉൾപ്പെടെയുള്ള ഇത് നൽകുന്ന ഈ സിനിമാ മേഖലയെക്കുറിച്ച് ഒരു സിനിമാ നിരൂപകൻ എന്ന നിലയിൽ എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിച്ചത്? അല്ല, സിനിമ ഈ ഒരു നിമിഷം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തെ എതിർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഇരുട്ടാണ്. അതായത് ഒരു നിയോ ഫാസിസം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് ചില കാര്യങ്ങൾ, നമ്മൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായത്തെ ജാതി, മതം, വർഗം, വർണ്ണം, ലിംഗം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ആ അഭിപ്രായത്തെ വഴിതിരിച്ചു വിട്ട് ചർച്ച ചെയ്ത് ഈ അഭിപ്രായം പറയുന്നവരെ തകർത്ത് കളയുക എന്നുള്ളൊരു നിയോ ഫാസിസം. ഇത് പുതിയ കാലത്തെ ഫാസിസമാണ്. ഇതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ നിയോ ഫാസിസത്തിൻ്റെ ഇരയാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. ഈ നിയോ ഫാസിസ്റ്റുകൾ നവഫാസിസ്റ്റുകൾ നമ്മുടെ സമൂഹത്തിൽ വളരെ ആഴത്തിൽ വേരോടിയിരിക്കുകയാണ്. അപ്പോൾ അവരെ എതിർക്കേണ്ട ചുമതല സാംസ്കാരിക നായകന്മാർക്കും ചിന്തകർക്കും രാഷ്ട്രീയക്കാർക്കുമാണ്. യഥാർത്ഥത്തിൽ ഈ നിയോ ഫാസിസ്റ്റുകളെല്ലാം തന്നെ ഒരു പോക്കറ്റുകളായ വോട്ട് ബാങ്കുകളായതുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് അവരെ ആക്രമിക്കുകയോ കീഴ്പ്പെടുത്താനോ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ സാംസ്കാരിക രംഗത്തിൻ്റെ വലിയൊരു ഉത്തരവാദിത്വമാണ് ഈ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുക എന്നുള്ളത്. അത് പൂർണ്ണമായിട്ട് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദത്തോടെ ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെ ഒരു സമീപനമായിരുന്നില്ല നമ്മുടെ സാംസ്കാരിക രംഗം ശ്രീ അടൂർ ഗോപാലകൃഷ്ണനോട് ചെയ്യേണ്ടിയിരുന്നത്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം നിയോ ഫാസിസത്തിൻ്റെ പിടിയിലും ഭയത്തിലുമാണ് നമ്മുടെ മലയാളത്തിലുള്ള സാംസ്കാരിക രംഗം എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അപ്പോൾ ഈ സിനിമാ നയരൂപീകരണം വരുമ്പോൾ എന്താണ് ഇനി പുതുതായിട്ട് താങ്കൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു ആശയം, അല്ലെങ്കിൽ ഒരു പ്രത്യേക? രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് സിനിമയിലുള്ള സ്ത്രീ സുരക്ഷ, അതുപോലെ സിനിമയിലുള്ള ജനാധിപത്യ അവകാശങ്ങൾ, സിനിമയിലുള്ള വേതന സേവന വ്യവസ്ഥകൾ, അതൊക്കെ തന്നെ സർക്കാർ നിയന്ത്രിക്കേണ്ട ഒരു അത്യാവശ്യമായ ഘട്ടമാണ്. രണ്ടാമത്തെ കാര്യം, സിനിമയിലുള്ള ബ്രെയിൻ, അതായത് ബൗദ്ധികമായ രംഗത്തിൽ ക്രിയാത്മകമായിട്ട് സർക്കാരിന് ഇടപെടാൻ പറ്റുന്ന ഒരേ ഒരു മേഖല, അതിന് ബൗദ്ധികമായിട്ട് ഉയർന്ന നിലവാരത്തിലുള്ള ആൾക്കാരെ ഒരു സിനിമ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്.
അങ്ങനെയാണല്ലോ ഈ 1.5 കോടി രൂപ മുടക്കിയിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ സർക്കാരിൻ്റെ ആ ശ്രമം പാളിപ്പോയിരിക്കുകയാണ്. കാരണം ബൗദ്ധികമായി ഉയർന്ന നിലവാരത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട കഴിവുള്ള സംവിധായകരല്ല ഈ ഈ ഈ ഉദ്യമങ്ങളിൽ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അവരുടെ സിനിമ പരാജയപ്പെട്ടത് മാത്രമല്ല, അവരുടെ സിനിമയ്ക്ക് അക്കാഡമിക് നിലവാരം ഉണ്ടാക്കാൻ പറ്റാതെ പോയത്. അതല്ല എങ്കിൽ പല ഫെസ്റ്റിവലുകളിലും പോയി നിലവാരം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയാണ് എന്ന് കാലാന്തരനെങ്കിലും യഥാർത്ഥ ആസ്വാദകർ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമകളെല്ലാം ഒരു വൻ പരാജയമായിരുന്നു എന്ന് നിസ്സംശയം പറയാം. അപ്പോൾ മലയാള സിനിമയിൽ സാംസ്കാരിക രംഗം നിയോ ഫാസിസമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അപ്പോൾ അതാണ് ശ്രീ ഡോക്ടർ SD അനിൽകുമാർ ഞങ്ങളോടൊപ്പം ഇപ്പോൾ പങ്കുവച്ചത്. അത്തരമൊരു രീതി മാറിയാൽ മാത്രമേ മലയാള സിനിമയും സാംസ്കാരിക രംഗവും രക്ഷപ്പെടുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാം. നന്ദി, നമസ്കാരം.